ഇന്ന് നമുക്കൊരു കാൽക്കുലേറ്റർ റെഡിയാക്കാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടത്ത് വയ്ക്കുമ്പോൾ ഇത് വർക്കാവുന്നുണ്ട്, വെട്ടം ഇല്ലെങ്കിൽ വർക്കാവില്ല. അതായത് ഇതിൻ്റെ ബാറ്ററിക്ക് എന്തോ ഒരു ഡാമേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ബാറ്ററി ഒന്ന് ഊരിയിട്ട് നോക്കാം, ബാറ്ററി വല്ല ചാർജ് കുറഞ്ഞതാണെന്ന്. ബാറ്ററിയുടെ ഇവിടെ നമുക്കിപ്പോൾ ഒരു പേപ്പർ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് ഊരി കളഞ്ഞിട്ടൊന്ന് ബാറ്ററി ഒന്ന് ഊരി നോക്കാം. ഇനി നമുക്ക് മൾട്ടിമീറ്ററിൽ വോൾട്ടേജിൽ ഇട്ടിട്ട് നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വോൾട്ട് കാണിക്കുന്നുണ്ട്, അതായത് ബാറ്ററി പുതിയതാണെങ്കിൽ തന്നെ ഇരിപ്പുണ്ട്, വേറെ ചാർജ് കുറഞ്ഞായിട്ടൊന്നും കാണിക്കണ്ടേ. എന്തായാലും നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതിനിപ്പോൾ ഒന്ന് ഊരി നോക്കാം. ബാക്ക് കവർ ഊരിയപ്പോൾ തന്നെ ഞാൻ കണ്ട് എന്താണ് കംപ്ലൈൻ്റ് എന്ന്. അതായത് ഒരു ഒയർ വിട്ടുപോയതാണ് ഗൈസ്, ബാറ്ററിയിലോട്ട് വരണ ഒരു ഒയർ വിട്ടുപോയി. നമുക്കിനിപ്പോൾ ഇതൊന്ന് നേരെ ഒന്ന് ഇത് ഇൻസുലേഷൻ കളഞ്ഞിട്ട് കുറച്ച് ഫ്ലക്സിൽ മുക്കിയ ശേഷം ഒട്ടിക്കാനുള്ള സ്ഥലത്ത് കുറച്ച് ഫ്ലക്സ് തേച്ചിട്ട് സോൾഡറിങ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാം ഒന്ന് IP ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമുണ്ട് ഗൈസ്. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അടച്ചു വെക്കുകയാണ്. ഇനിയിപ്പോൾ ബാറ്ററി ഇട്ട് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ വർക്കിംഗ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 നമ്പറിലൊക്കെ ഒന്ന് ഞെക്കി നോക്കുക. ഇപ്പോൾ എല്ലാം കറക്റ്റ് വർക്കിംഗ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തൊരു പേപ്പർ എന്ന് കഴിച്ചാൽ അതും കൂടെ എന്തെന്ന് നോക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.